നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സാണ്. അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നും അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ് എന്താണെന്നും നമ്മളിന്ന് വിശദമായിട്ട് നോക്കുന്നുണ്ട്. ആദ്യം നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. 8 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് ഇവിടെ എടുക്കുന്നത്. ബോട്ടം വന്നത് 7 ഓഫ് വാൻഡ്സ് ആണ്. Queen of Cups, 2 of Pentacles, the Magician, 10 of Wands, the High Priestess, the Lovers, Strength, Judgment. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ വായനയിലോട്ട് പോകാം. ഈ സ്പ്രെഡിൽ ആദ്യം വന്ന കാർഡ് ക്യൂൺ ഓഫ് കപ്സ് ആണ്. ഈ കാർഡ് പറയുന്നത് അവർ ഇപ്പോൾ വളരെ ഇമോഷണലായ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചെറിയ വാക്കുകൾ പോലും അവരുടെ മനസ്സിനെ പെട്ടെന്ന് സങ്കടപ്പെടുത്താൻ സാധ്യതയുണ്ട്. വാക്കുകൾ കൊണ്ട് പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലിരിപ്പ് പറയാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് തികഞ്ഞ വിശ്വസ്തത പുലർത്തുന്ന ആൾ ആണ് എന്നാണ്. നിങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒപ്പം നിൽക്കണമെന്നും നിങ്ങൾക്കൊരു തണലാകണമെന്നുമാണ് അവരുടെ ഇപ്പോഴത്തെ ആഗ്രഹം. അവർക്ക് നിങ്ങളോട് വെറും ഒരു ആകർഷണമല്ല, മറിച്ച് മനസ്സ് നിറഞ്ഞ സ്നേഹമാണുള്ളത്. നിങ്ങളെ സ്വന്തം ജീവൻ്റെ പാതിയായി അവർ കാണുന്നു. വളരെ ശാന്തവും എന്നാൽ ആഴമേറിയതുമായ ഒരു സ്നേഹമാണ് അവരുടെ ഉള്ളിൽ ഇപ്പോഴുള്ളത്. 2 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങളുടെ പങ്കാളി ഇപ്പോൾ ജീവിതത്തിലെ 2 കാര്യങ്ങളെ ഒരേ സമയം മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അത് ചിലപ്പോൾ ജോലിയും പ്രണയവും തമ്മിലാകാം, അല്ലെങ്കിൽ കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളും നിങ്ങളുമായുള്ള ബന്ധവും തമ്മിലാകാം. നിങ്ങളെ പ്രണയിക്കുന്നുണ്ടെങ്കിലും മറ്റ് തിരക്കുകൾക്കിടയിൽ പ്രണയത്തിനായി സമയം കണ്ടെത്താൻ അവർ കഷ്ടപ്പെടുന്നുണ്ട്. ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾക്കിടയിലും നിങ്ങളോടൊപ്പം ചിരിക്കാനും സമയം ചെലവഴിക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ദ മജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നത് അവരുടെ സ്നേഹം വെറും വാക്കുകളിൽ ഒതുക്കാതെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതം എങ്ങനെ മനോഹരമാക്കാമെന്ന് അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. അവർ ഒരു മാന്ത്രികനെ പോലെ കാര്യങ്ങൾ അനുകൂലമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബന്ധത്തിലെ തടസ്സങ്ങൾ മാറ്റാൻ അവർ തന്നെ മുൻകൈയെടുക്കും. മജീഷ്യൻ കാർഡ് പുതിയ തുടക്കങ്ങളെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ ഊർജം വരാൻ പോകുന്നുണ്ട്. 10 ഓഫ് വാൻഡ്സ് പറയുന്നത് നിങ്ങളുടെ പങ്കാളി ഇപ്പോൾ ബന്ധത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 10 ഓഫ് വാൻഡ്സ് സൂചിപ്പിക്കുന്നത് ഭാരം കൂടുതലാണെങ്കിലും അവർ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് എന്നാണ്. അതായത് ബന്ധത്തിലെ പ്രതിസന്ധികൾ തീരാറായി. നിങ്ങളുടെ പങ്കാളി ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ സാമ്പത്തികമായി അല്ലെങ്കിൽ കുടുംബപരമായ കാര്യങ്ങൾക്കായി. അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്ത വിധം അവർ തിരക്കിലും ടെൻഷനിലുമാണ്. നിങ്ങൾക്ക് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം സമാധാനമാണ്. നിങ്ങളുടെ പങ്കാളിയുടെ ഇപ്പോഴത്തെ മനസ്സിനെ ദ ഹൈ പ്രീസ്റ്റസ് എന്ന കാർഡ് സൂചിപ്പിക്കുന്നു. അവർ നിങ്ങളുമായി ഒരു ആത്മീയ ബന്ധം അനുഭവിക്കുന്നുണ്ട്. പുറമെ അവർ ശാന്തരായി കാണപ്പെടുന്നുണ്ടെങ്കിലും ഉള്ളിൽ പ്രണയത്തിൻ്റെ വലിയൊരു ലോകം തന്നെയുണ്ട്. ഈ കാർഡ് നിഗൂഢതയുടെ കാർഡാണ്. നിങ്ങളുടെ പങ്കാളി തൻ്റെ വികാരങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും തുറന്ന് പ്രകടിപ്പിക്കുന്നില്ല. അവർ നിങ്ങളെ വളരെ ആകർഷകമായി കാണുന്നു. അത് കേവലം ശാരീരികമായ ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ അറിവ്, പക്വത, സ്വഭാവം എന്നിവയോടുള്ള ബഹുമാനമാണ്. ഈ ബന്ധത്തിൻ്റെ ഭാവി എന്താകുമെന്ന് അവർ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അവർ കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ. അവരുടെ സ്നേഹം നിശബ്ദവും അഗാധവുമാണ്. അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ദ ലവേഴ്സ് കാർഡ് പറയുന്നത് നിങ്ങളോടൊപ്പം അവർക്കൊരു പൂർണ്ണത ലഭിക്കുന്നുണ്ടെന്നാണ്. മറ്റെല്ലാ തടസ്സങ്ങളും മാറ്റി നിർത്തി നിങ്ങളെ തൻ്റെ പങ്കാളിയായി ഉറപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ബന്ധത്തിൽ കൂടുതൽ ആഴത്തിലുള്ള ഒരു വാഗ്ദാനം നൽകാൻ അവർ തയ്യാറെടുക്കുന്ന സമയമാണിത്. നിങ്ങളോട് അതിശക്തമായ ഒരു ആകർഷണം അവർക്കിപ്പോൾ തോന്നുന്നുണ്ട്. നിങ്ങളുടെ സാമീപ്യം അവർക്ക് വലിയ സന്തോഷം നൽകുന്നു. തൻ്റെ മനസ്സ് പൂർണ്ണമായും തുറന്നു കാണിക്കാൻ അവർക്കിപ്പോൾ പേടിയില്ല. നിങ്ങളെ വിശ്വസിക്കാമെന്നും നിങ്ങളോടൊപ്പം സുരക്ഷിതരാണെന്നും അവർ കരുതുന്നുണ്ട്. സ്ട്രെങ്ത് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് ശക്തമായ വികാരങ്ങൾ ഉണ്ടെങ്കിലും അവർ അത് വളരെ മാന്യമായ രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത്. തൻ്റെ വികാരങ്ങളും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാനും നിങ്ങളെ ബഹുമാനത്തോടെ കാണാനും അവർക്കറിയാം. നിങ്ങളുടെ ബലഹീനതകൾ അവർക്ക് അറിയാം. പക്ഷേ അത് ചൂഷണം ചെയ്യുന്നതിന് പകരം നിങ്ങൾക്കൊപ്പം ഒരു ശക്തിയായി നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ നിങ്ങളെ ചേർത്ത് പിടിക്കാനും ധൈര്യം നൽകാനും അവർ തയ്യാറാണ്. പ്രശ്നങ്ങൾ സ്നേഹം കൊണ്ട് പരിഹരിക്കാമെന്നവർ
വിശ്വസിക്കുന്നു. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ കുറവുകൾ കൂടി അറിഞ്ഞുകൊണ്ടാണ്. നിങ്ങളെ മാറ്റാനല്ല, മറിച്ച് നിങ്ങളെ അംഗീകരിക്കാനും സംരക്ഷിക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ജഡ്ജ്മെൻറ്റ് കാർഡ് പറയുന്നത് നിങ്ങളുടെ പങ്കാളി ഈ ബന്ധത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിച്ചു കഴിഞ്ഞു എന്നാണ്. ഇതാണ് എനിക്ക് വേണ്ട വ്യക്തി എന്ന വ്യക്തമായ തീരുമാനത്തിൽ അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പഴയ പിണക്കങ്ങളോ കൈപ്പേറിയ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മറന്ന് ബന്ധം പുതുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് തീരുമാനമെടുത്താലും അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് ഇന്ന് ലഭിച്ച ഗൈഡൻസുകൾ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.